വെൽക്കം ബാക്ക് ടു എജുപോസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് +2 സോഷ്യോളജി നമ്മുടെ സെക്കൻഡ് പുസ്തകമായ ഇന്ത്യയിലെ സാമൂഹിക മാറ്റവും വികസനവും എന്ന ഭാഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിന്റെ പേര് സാംസ്കാരിക മാറ്റം, കൾച്ചറൽ ചേഞ്ച്. ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കൂ. ഇവിടെ താഴെ കുറച്ച് വ്യക്തികളുടെ ഫോട്ടോസ് കൊടുത്തിരിക്കുന്നു. ഇതാരൊക്കെയാണെന്ന് ഒന്ന് നമുക്ക് നോക്കാം. ഒന്ന് ശ്രീനാരായണ ഗുരുവാണ്, മറ്റൊന്ന് രാജാറാം മോഹൻ റോയ് ആണ്, അയ്യങ്കാളിയുണ്ട്, സ്വാമി വിവേകാനന്ദനുണ്ട്, CN അണ്ണാദുരൈയുണ്ട്. അപ്പം ഇവയിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന പരിഷ്കർത്താക്കൾ ആരെല്ലാമാണ്? അവർ ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്തൊക്കെയാണ്? ആധുനിക ഇന്ത്യയുടെ സൃഷ്ടിക്ക് ഇവർ വഹിച്ച പങ്ക് എന്തൊക്കെയാണ്? ഇങ്ങനെ 19-20 നൂറ്റാണ്ടുകളിൽ ഇന്ത്യയിൽ ഒരുപാട് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടോപ്പിക്, ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടിലെയും 20-ാം നൂറ്റാണ്ടിൻ്റെയും തുടക്കത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടാണ്. സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് ഇൻ 19th ആൻഡ് ഏർലി 20th സെഞ്ച്വറി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ടോപ്പിക്കിലോട്ട് കടക്കാം. എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഈ 19-ാം നൂറ്റാണ്ടിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്? കൊളോണിയൽ ഇന്ത്യൻ സമൂഹം നേരിട്ട വെല്ലുവിളികൾക്കെതിരെ ഒരു പ്രതികരണമായിട്ടാണിത് ഇത്തരം സാമൂഹിക പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നത്. അക്കാലത്ത് ഇന്ത്യൻ സമൂഹത്തിൽ ഒരുപാട് നമുക്കറിയാം ദുഷിച്ച സാമൂഹിക ആചാരങ്ങളും സമ്പ്രദായങ്ങളും എല്ലാം നിലനിന്നിരുന്നു. അവയിൽ പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഒന്ന് സതി, ശൈശവ വിവാഹം, വിധവാ വിവാഹ നിരോധനം, ജാതി വിവേചനം. ഇതൊക്കെ ഇതിൽ പ്രധാനപ്പെട്ട ആചാരങ്ങളാണ്, ദുരാചാരങ്ങളാണ്. ഇവിടെ ബുദ്ധമതവും ഭക്തി സൂഫി പ്രസ്ഥാനങ്ങളും ഇത്തരം വിവേചനങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. ഓക്കെ, ഈ 19-ാം നൂറ്റാണ്ടിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് 2 പ്രധാനപ്പെട്ട സവിശേഷതകളുണ്ട്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ആധുനിക പശ്ചാത്തലത്തിലാണ് അവ വളർന്നു വന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന്, പാശ്ചാത്യ ലിബറലിസത്തിന്റെ, അതായത് ഉദാരവാദം, ഓക്കെ, ആധുനിക ആശയങ്ങളുടെയും ഇന്ത്യയുടെ പരമ്പരാഗത ആശയങ്ങളുടെയും ഒരു സംയോജനം നമുക്കതിൽ കാണാൻ സാധിക്കും. ഇന്ത്യൻ നവോത്ഥാന നായകന്മാർ എങ്ങനെയാണ് ഈ 2 ആശയങ്ങളെയും അവരുടെ പ്രവർത്തനങ്ങളിൽ സന്നിവേശിപ്പിച്ചത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ദെൻ ഒരു പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. അതുപോലെ മറ്റൊരു വ്യക്തിത്വമാണ് റാനഡെ, മറ്റൊരാളാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഓക്കെ, അപ്പം രാജാറാം മോഹൻ റോയുടെ പ്രത്യേകത എന്താണ്? അദ്ദേഹം ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകനാണ് രാജാറാം മോഹൻ റോയ്. കൂടാതെ സതി, നമ്മൾ നേരത്തെ പറഞ്ഞ സതി എന്ന ദുരാചാരത്തെ എതിർക്കുന്നതിന് വേണ്ടി മാനവികത, പ്രകൃതിദത്താവകാശം എന്നീ പാശ്ചാത്യ സിദ്ധാന്തങ്ങളും പരമ്പരാഗത ഹൈന്ദവ ശാസ്ത്രങ്ങളുമെല്ലാം അദ്ദേഹം ഉപയോഗിച്ചു. അപ്പൊ രാജാറാം മോഹൻ റോയ് വളരെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. റാനഡെ വിധവാ വിവാഹത്തെ സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആധുനിക വിജ്ഞാനവും ഹൈന്ദവ ശാസ്ത്രങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചത്, റാനഡെ. അപ്പൊ റാനഡെ വിധവാ വിവാഹം ആരുമായി ബന്ധപ്പെട്ടതാണ്? റാനഡയുമായി ബന്ധപ്പെട്ടതാണ്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇസ്ലാമിനെ കുറിച്ചുള്ള വ്യാഖ്യാനത്തിൽ സ്വതന്ത്രമായ അന്വേഷണത്തിന് ഊന്നൽ നൽകിയ വ്യക്തിയാണ്. പിന്നീട് അദ്ദേഹം പ്രാധാന്യം നൽകിയത് ഖുർആനിലെ വെളിപാടുകൾ, അതുപോലെ തന്നെ ആധുനിക ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തമായ പ്രകൃതിയുടെ നിയമങ്ങൾ, ഇതൊക്കെ തമ്മിലുള്ള സാദൃശ്യങ്ങൾക്ക് അദ്ദേഹം പ്രാധാന്യം നൽകി. നെക്സ്റ്റ് വീരേശലിംഗമാണ്. അറിവിന്റെ ഉറവിടങ്ങൾ എന്ന കൃതി ഓർത്തു വെക്കണം. അറിവിന്റെ ഉറവിടങ്ങൾ നവ്യന്യായ തർക്കശാസ്ത്രവുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പരിചയം വെളിപ്പെടുത്തുന്നതാണ്. അതേസമയം തന്നെ ജൂലിയസ് ഹക്സ്ലിയുടെ ഗ്രന്ഥം അദ്ദേഹം പരിഭാഷപ്പെടുത്തിയിട്ടുമുണ്ട്. ആര്? വീരേശലിംഗം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, മാറ്റങ്ങളുടെ 3 തലങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആധുനിക പശ്ചാത്തലത്തെ വിശദീകരിച്ച സമൂഹശാസ്ത്രജ്ഞനാണ് ആര്?
സബർവാൾ, സതീഷ് സബർവാൾ, ആ പേര് ഓർത്തു വെച്ചോണം. അദ്ദേഹം ഈ ചൂണ്ടിക്കാണിച്ച 3 തലങ്ങൾ ഏതൊക്കെയാണ്? ഈ 3 തലങ്ങൾ, ഒന്ന് ആശയവിനിമയ രീതികളാണ്, മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. സെക്കൻഡ് വൺ സംഘടനാ രൂപങ്ങളാണ്, ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ. തേർഡ് വൺ ആശയങ്ങളുടെ സ്വഭാവം, നേച്ചർ ഓഫ് ഐഡിയാസ്. ഈ 3 ഈ 3 പഠിച്ചു വെക്കുക. ജസ്റ്റ് ആ പോയിന്റ്സ് എങ്കിലും ഓർത്തു വെക്കണം. ഒന്നാമത്തേത് ആശയവിനിമയ രീതികളാണ്. ആശയവിനിമയ രീതികൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. നൂതന സാങ്കേതിക വിദ്യകൾ ആശയവിനിമയ രീതിയുടെ വേഗത വർദ്ധിപ്പിച്ചു. ഓക്കെ, അച്ചടിയന്ത്രം, ടെലഗ്രാഫ്, മൈക്രോഫോൺ, ആവിക്കപ്പൽ, റെയിൽവേ എന്നിവ പുതിയ ആശയങ്ങൾ അതിവേഗം പ്രചരിപ്പിക്കാൻ നമ്മെ സഹായിച്ചു. അതുപോലെ പുതിയ വിനിമയ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് വിവിധ പ്രദേശങ്ങളിലെ സാമൂഹിക പരിഷ്കർത്താക്കൾ അവരുടെ ആശയങ്ങൾ പരസ്പരം കൈമാറി. ഇതിനൊക്കെ സാധിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കാൻ, ആശയങ്ങൾ പ്രചരിപ്പിക്കാനും എല്ലാം അവർക്ക് സാധിച്ചു. ഉദാഹരണത്തിന് ബംഗാളിലെ കേശവ് ചന്ദ്ര സെൻ 1864 മദ്രാസ് സന്ദർശിച്ചു. പണ്ഡിത രമാഭായ് രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ സന്ദർശിച്ചു. പരിഷ്കർത്താക്കളിൽ ചിലർ മറ്റ് രാജ്യങ്ങൾ പോലും സന്ദർശിക്കുകയുണ്ടായി. ഇങ്ങനെ ഇതൊക്കെ ആശയവിനിമയ രീതികളാണ്. ഇനി സെക്കൻഡ് വൺ സംഘടനാ രൂപങ്ങളാണ്. സംഘടന, ഒരുപാട് സംഘടനകൾ രൂപീകരിച്ചതാണ്. അതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഇപ്പൊ ഏതൊക്കെയാണ്? ബ്രഹ്മസമാജം ബംഗാൾ, ആര്യ സമാജം പഞ്ചാബിൽ തുടങ്ങി ധാരാളം ആധുനിക സാമൂഹിക സംഘടനകളൊക്കെ രൂപീകരിക്കപ്പെട്ടു എന്നാണ് ഇതിൽ പറയുന്നത്. 1914 അഖിലേന്ത്യാ മുസ്ലിം വനിതാ കോൺഫറൻസ്, ഓക്കെ, ഓൾ ഇന്ത്യ മുസ്ലിം ലേഡീസ് കോൺഫറൻസ് സ്ഥാപിക്കപ്പെട്ടു. ഇന്ത്യൻ പരിഷ്കർത്താക്കൾ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി പൊതുസമ്മേളനങ്ങൾ നടത്തുകയും പത്രം, വാർത്താ പത്രിക തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. കൂടാതെ 1868 വിദ്യാസാഗറിന്റെ പുസ്തകത്തിന്റെ പേര് ഓർത്തു വെക്കുക, ഇന്ദു പ്രകാശിന്റെ ഒരു മറാഠി പരിഭാഷ വിഷ്ണു ശാസ്ത്രി പ്രസിദ്ധീകരിച്ചു. ഓക്കെ, ദെൻ തേർഡ് വൺ ആശയങ്ങളുടെ സ്വഭാവമാണ്. പുതിയ ആശയങ്ങളായ ഉദാരവൽക്കരണം, സ്വാതന്ത്ര്യവും ഇക്കാലത്ത് ജനങ്ങൾക്കിടയിൽ കൂടുതൽ പ്രചരിച്ചു. ഓക്കെ, കുടുംബ രൂപീകരണത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമുള്ള പുതിയ പുതിയ ആശയങ്ങൾ അവിടെ ഉയർന്നു വന്നു. കൂടാതെ സംസ്കാരം, പാരമ്പര്യം, ഇതിലൊക്കെ സ്വാഭിമാനം വളർത്തുന്നതിനെ കുറിച്ചൊക്കെ പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. വിദ്യാഭ്യാസത്തിന്റെ മൂല്യത്തിന് വലിയ പ്രാധാന്യം നൽകി. അതായത് വിദ്യാഭ്യാസത്തിന് കൂടാതെ സ്ത്രീ വിദ്യാഭ്യാസം കൂടുതൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു. സാമൂഹിക പരിഷ്കർത്താവ് ജ്യോതി ബാഫുലെയാണ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ വിദ്യാലയം ആരംഭിച്ചത്. അപ്പൊ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ വിദ്യാലയം ആരംഭിച്ചത് ആരാണ്? ജ്യോതി ബാഫുലെ.